ഇല്ല ഞാനേ എക്കെ പറ്റി ഉള്ളമാരത്തെ ഞാൻ സംസാരിക്കാം വെയിറ്റ്. അയ്യോ /TV ആണല്ലേ സോറി. എന്നാ സിറ്റുവേഷൻ ഓർഡാണ്. FR വിളിച്ചിട്ട് ടിക്കറ്റ് ഉള്ളോട്ട് ഓർഡർ അല്ലടാ, എനിക്ക് അമ്മമാരോട് സംസാരിക്കണം. മനസ്സിലായില്ലേ, നമ്മള് സിറ്റിയില് ഇപ്പം ഈ വോറ് എടുക്കാതിരുന്നതിന്റെ കാര്യം അമ്മ പറയണമല്ലോ. മനസ്സിലായില്ലേ, ഇത് മറ്റേ കണ്ട തെണ്ടി ഗ്യാങ്ങൾ പറയുന്ന പോലെ അല്ല. നമുക്കൊരു വാക്കുണ്ട്, അത് നമുക്ക് ആ വാക്ക് ഇതാക്കണം. വെയിറ്റ്. സോറി സംസാരിച്ച് ഇവിടെ ആയിപ്പോയല്ലോ. വെയിറ്റ്. ഇത് ഇന്ന് കൊടുക്കാം. വെയിറ്റ്. വലിയ പ്രശ്നമാണത് അല്ലേ. മറ്റേ മാന്യകളിയുള്ളവന്മാരെ മറ്റേ സ്വന്തത്തെ അടിക്കാൻ കഴിവില്ലാത്തോണ്ട് മറ്റേ വേറെ ഗ്യാങ്ങിന്റെ അടുത്ത് കൊട്ടേഷൻ കൊടുക്കുന്ന ടീം. ഹലോ എടാ ഡൂഡു വെച്ചാണ്. എടാ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കോലീഡർ ആരെങ്കിലും ഉണ്ടോ? അതിന് സംഭവം വെച്ചാൽ എന്തൊരു സിറ്റുവേഷൻ ആയില്ലടാ. അപ്പൊ നിങ്ങൾ ഓൾറെഡി ട്രിഗർ ആയിരുന്നല്ലോ. അപ്പം അത് അതിനെ പറ്റി സംസാരിക്കാനായിരുന്നു. ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ സിറ്റിയില്. അത് ഒരു മിനിറ്റ്, നിങ്ങൾ വരാത്തോണ്ട് അല്ല, അതെടുത്ത് സിറ്റുവേഷൻ എടുത്ത് അടിയും പ്രശ്നത്തിനൊന്നും അല്ല, അടിയും പ്രശ്നത്തിനൊന്നും അല്ല. എനിക്കൊന്ന് സംസാരിക്കണം, അതിനുവേണ്ടി മാത്രം, വേറെ ഒന്നിനും അല്ല. കാരണം ഞാനിന്ന് സംസാരിച്ചിട്ടാണ് പോയത് നിങ്ങളെ ലീഡറിന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതിന്റെ ഇടയിലാണ് ഇതെല്ലാം ഉണ്ടായത്. അപ്പൊ എനിക്കൊന്ന് സംസാരിക്കണം. മനസ്സിലായി, നമ്മളെ സൈഡിൽ സംസാരിക്കണം. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ നമ്മള് ഇപ്പൊ അവർക്കിപ്പം നിങ്ങളെ സൈഡിൽ നിന്ന് അടിക്കാനോ അങ്ങനെ ഒരു മൈൻഡ് കാണുമായിരിക്കും. കാരണം ഇത്ര സിദ്ധമായോണ്ടേ. അപ്പൊ അത് നമുക്ക് അതാണ് അതിനെപ്പറ്റി സംസാരിക്കാനാണ്. നമുക്കത് സംസാരിക്കാനാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് അപ്പൊ ക്ലിയർ ആക്കാം നമുക്ക്. ഓക്കെ ഇങ്ങോട്ട് വിളിച്ചത്. നമ്മളിപ്പോ പറയാൻ പോണത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മളിപ്പോ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഇപ്പൊ FRP ടിക്കറ്റ് റൈസ് ആയിട്ടുണ്ട് പുറത്ത്. അത് കണ്ണാപ്പി ഒപ്പം തന്നെ സിറ്റുവേഷൻ ആണ്. സ്പോട്ടിൽ തന്നെ എന്തോ വലിച്ച ടിക്കറ്റ് റൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ടുകൊണ്ട് ഇപ്പൊ സിറ്റുവേഷൻ എടുക്കാൻ പറ്റുന്നതാണ്. ഈ FRP ടിക്കറ്റ് സോൾവ് ആവുന്ന എപ്പോഴാണോ അതിന്റെ ഇന്നാണെങ്കിൽ അതിന്റെ അടുത്ത നെക്സ്റ്റ് നൈറ്റ് എന്നാണോ ആ നൈറ്റിൽ നമ്മൾ സിറ്റുവേഷൻ എടുക്കും. അതാണ് അവരടുത്ത് പറയാൻ വേണം. മനസ്സിലായില്ലേ, നമുക്ക് ഒരു ഗ്യാങ്ങിനെയും മറ്റേ ഒരു ഗ്യാങ്ങിന്റെ സിറ്റുവേഷൻ എടുക്കാണ്ട് മറ്റേ അകത്തൊരു അവരിപ്പോ വിളിക്കണം. അവരെ മറ്റേ ഇവനാണ് വിളിച്ചത്, ഡൂള് വെച്ചില്ല, അവനാണ് വിളിച്ചത്. അപ്പം അവരെ വേറെ കോലിയുടെ നാട്ടിലൊന്ന് വിളിക്കാൻ പറഞ്ഞു. എന്തായാലും അവരടുത്ത് പറയാൻ പോണതേ എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ പുറത്തൊരു മറ്റേ ഇതുണ്ടല്ലോ, പുറത്തൊരു ഇത് വലിച്ചിട്ടുള്ളതിന്റെ പേരാണല്ലോ സിറ്റുവേഷൻ കണ്ടിന്യൂ ആക്കാൻ പറ്റാത്ത. അതെന്നാണോ ക്ലിയർ ആവുന്ന അന്ന് നൈറ്റ് നമുക്ക് സിറ്റുവേഷൻ അമ്മമാരായിട്ട് എടുക്കുമെന്ന് പറയാം. മനസ്സിലായോ, പ്രശ്നം തോന്നല്ലേ? അതാണ് ലീഡറായിട്ട് സംസാരിച്ചത്. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് സംസാരിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ബാലൻ വന്നിട്ട് ബാലന്റെ സൈഡിൽ നിന്നുള്ള എന്താണെന്ന് കൂടി കേട്ടെടുക്കാന്നാണ് പറഞ്ഞത്. ബാക്കി കണ്ടിന്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ അവർ ഓക്കെ എന്നും പറഞ്ഞു. അവർക്ക് പറ ഇവന്റ് ഉണ്ടായിരുന്നു 20 കോടിയുടെ ഇവന്റ്. അതായത് കൂട്ടത്തല്ലായിരുന്നു. അപ്പൊ അതില് ടിവിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു പയ്യനുണ്ടാ ഗോൾഡൂണിന്നാ വരവൻ. എടാ അവന്മാര് എന്തായാലും ഇതിപ്പോ സിറ്റുവേഷൻ ഞാൻ ഒരു കാര്യം ഒറ്റ സെക്കൻഡ് വെയിറ്റ്. എടാ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇത്രേ ഉള്ളൂ. സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. നമുക്ക് സിറ്റുവേഷൻ ഇതാണ്. മനസ്സിലായില്ലേ? എടാ ഈ HF പിടിച്ച് അടിച്ചാലാടാ ഇന്ന് കൊണം വരുന്നു. മറ്റേ നാണമില്ലാത്ത പട്ടികള്. ആളുണ്ട് നമുക്ക് ഇന്ന് പിടിച്ചടിക്കാം. നമുക്ക് ആളില്ലാത്ത എല്ലാരും ഒന്ന് വിളി. എന്നാലും പിടിച്ചാണ് ഈ കുണാക്ക് ഇന്നും കൊടുക്കാം. മനസ്സിലായില്ലേ? മറ്റേ 2 റൗണ്ട് അടി പിടിച്ചത് കിട്ടുമല്ലേ? വെയിറ്റ് 1 റൗണ്ട് കൂടി കൊടുക്കുക. എന്നിട്ട് സിറ്റുവേഷൻ എന്നാണോ ഇനി വന്നത് ഏക്കമായിട്ട് മറ്റേ അമ്മരുടെ സീൻ ഇന്നാണോ തീരുന്നത്, മറ്റേ FRP അത് ക്ലിയർ ആക്കുന്ന എന്നാണോ അതിന് അന്ന് രാത്രി ആയിട്ട് സിറ്റുവേഷൻ. ഓക്കെ ഹലോ ഞാൻ പറഞ്ഞ കേട്ടോ രായ, ഈ ഇവന്മാർക്ക് HF വലിയ കടിയല്ലേ. AKബിലുള്ളവരെ ഞാൻ വിളിച്ചോളാം. അമ്മാരെ സൈഡിൽ ക്ലിയർ ആക്കിക്കോളാം. വീട്ടിൽ ഹലോ ഞാൻ വരാം. ഓക്കെ ശരി. സ്നൈപ്പ് വേടാ ഒന്നാണ്ടാ സ്നൈപ്പേ. വണ്ടിക്ക് വണ്ടിയുടെ ഒന്ന് മുതുക്കുവരെ സോറി മെയിൻ ഗാരേജ് വരെ ഇടുക. വണ്ടി ഇവിടെ ഇരിക്കട്ടെ വെയിറ്റ് ചെയ്യും. MG വരെ
ഹലോ സോറി മൂത്തിക്ക് റിപ്പയർ സ്റ്റേഷൻ വന്നാൽ മതി. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് അടുത്തല്ലേ എല്ലാവർക്കും വരാൻ. ആ റിപ്പയർ സ്റ്റേഷൻ ഞാൻ റിപ്പയർ സ്റ്റേഷൻ വരാം. ഓക്കെ ഓക്കെ ഞാൻ അങ്ങോട്ട് എത്തി. നമുക്ക് വിളിക്കാം. എവിടെ കാണുന്നത്? മുതുക്ക് റിപ്പയർ ഇത് ഇറങ്ങുന്ന ബാക്കിലല്ലേ അണ്ണാ? ഓക്കെ നീ കാർണേജ് എടുത്തോ. ആറാ നിന്നെ ഇടിച്ചിട്ടാ? ഏതൊരു പയ്യൻ കണ്ടിട്ട് കാർണേജ് എടുത്തിട്ടോടാ. ഇതാരാണ്? KKB ആണോ? ഓക്കെ എന്റെ വണ്ടിയില്ല, ഞാൻ കൊണ്ടില്ല. എടാ എല്ലാരും ഒന്ന് സിറ്റിയിൽ ഒന്ന് കേറാൻ പറ. എല്ലാരും സിറ്റിയിൽ ഒന്ന് കയറാം. ഉള്ള എത്രയും പേര്? ഫസ്റ്റ് സ്ഥലമൊക്കെ അറിയട്ടെന്നാ. എടാ നമ്മളെ ഗ്യാങ് ഹൗസ് ഇവിടെ അല്ലടാ, മുതുക്കിന്റെ അവിടെ അല്ലേ. അപ്പൊ അവർക്ക് അതുകൊണ്ടാണോ പറഞ്ഞ ഇങ്ങോട്ടൊന്ന് എളുപ്പത്തിരുന്ന് ഇനി അതിന്റെ അകത്തും വന്നിരുന്ന് ഇത് പറയാതെ. ഓ വമ്പേഴ്സോട്ട് സിറ്റുവേഷൻ ആക്കി കേട്ടാ. എല്ലാരും മുതുക്കിലാണോ? എടാ ഇവന് ഈ മറ്റേ മൊണ്ണയൊക്കെ കിടന്ന് ഡയലോഗ് അടിക്കുന്ന എന്തിനാ? മൊണ്ണ ഡയലോഗ് അടിക്കുന്നത് ലോകത്തിലെ അടിപൊളിയാണ്. ലോകം മൊത്തം അടി വാങ്ങുന്നവനാണ്. അവനാണ് ഡയലോഗ് അടിക്കുന്നത്. ലോകം കണ്ട അടികൊള്ളി അവനാണ്. മറ്റേ പീഡിയായിട്ട് അടികൊള്ളും, സിറ്റുവേഷനായിട്ട് അടികൊള്ളും, എല്ലാ രീതിയിലും അടികൊള്ളും. അതായത് ഇതാണ്. ഹലോ 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 ബ്രോ. ഹലോ ഹലോ. ആ ഓക്കെ ബ്രോ. നിങ്ങളൊക്കെ എവിടെയാടാ? ഞാൻ ഇവിടെ റിപ്പയറിന്റെ അവിടെ ഉണ്ടോ? ഇപ്പൊ വരാം. ഒരു കാര്യം. ഇത് മറ്റേ ഇവരോട്ടെ AKM ഞാൻ സംസാരിച്ചിട്ടെ അവരുടെ അടുത്ത് ക്ലിയർ ആക്കിട്ട് വരാം സിറ്റുവേഷന്റെ കാര്യം. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നീ ഇനി വന്നായി ഇവിടെ വന്നായി. കണ്ണാപ്പിനെ വിളിക്കണ്ടേ? കണ്ണാപ്പിനെ കൊണ്ടുവരണം. കണ്ണാപ്പിനെ അവിടെ നിർത്തിക്കും. വെയിറ്റ് ഇപ്പൊ അവിടെ നില്ല. ഇപ്പൊ വെയിറ്റ് ചെയ്യടാ. ജേക്കത്തിന്റെ വണ്ടിയാണോ അത്? മുതുക്ക് വണ്ടിയോ? ഹലോ ഇതാണോ സംസാരിക്കുന്ന ആൾ? ഇതാണ് ബ്രോ. ലീഡറാണോ ബ്രോ? ഞാനിന്ന് ഉച്ചക്ക് സംസാരിച്ചിട്ട് പോയായിരുന്നു. നമുക്ക് വന്നിട്ട് സംസാരിക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ കണ്ണാപ്പി ഒന്ന് നിങ്ങളായിട്ട് സിറ്റുവേഷൻ എടുത്തെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പം ബ്രോ അത് എനിക്കറിയാം നിങ്ങൾക്ക് ഷോക്കായെന്നറിയാം. ഓൾറെഡി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഷോക്കായിട്ട് ഉച്ചയ്ക്ക് സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഷോക്കായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം തിരിച്ചിപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് കണ്ണാപ്പി ഒന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ചൊറിഞ്ഞെന്ന് എനിക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ബ്രോ? ഓക്കെ. അപ്പം നിങ്ങൾക്ക് സിറ്റുവേഷൻ എടുക്കണമെന്ന് എനിക്കറിയാം. അപ്പം ഇപ്പൊ ഒരു പുറത്തൊരു ചെറിയൊരു സീൻ വന്നത് കാരണമാണല്ലോ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. അപ്പം നെക്സ്റ്റ് ഡേ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഏത് ഡേ അന്നത്തെ നൈറ്റ് എന്നാണോ അന്ന് സിറ്റുവേഷൻ നമുക്ക് കണ്ടിന്യൂ. ഓക്കെ ഇപ്പൊ നാളെ തീരുമെങ്കിൽ നാളെ നൈറ്റ്. മനസ്സിലായോ ബ്രോ? അപ്പൊ സിറ്റുവേഷൻ എടുക്കുന്നതിൽ ഒരു സീനും ഇല്ല കേട്ടോ ബ്രോ. അല്ല നിങ്ങൾ സിറ്റുവേഷൻ എടുക്കുന്ന നമ്മള് ലീവ് ചെയ്തതല്ല. നമ്മൾ ഇന്ന് ഓൾറെഡി സിറ്റുവേഷൻ എടുക്കാൻ നിന്നതല്ല. അത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ണാപ്പി ഒന്ന് എടുത്തത് കാരണമായത്. അപ്പം നിങ്ങൾക്ക് നാളെ സിറ്റുവേഷൻ നാളെ എന്ന് വെച്ചാൽ നാളെ ഇത് ക്ലിയർ ആവുകയാണെങ്കിൽ മറ്റേ വെളിയിലത്തെ ഇഷ്യൂ ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ സിറ്റുവേഷൻ എടുക്കാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള അടുത്തിടെ എന്നാണോ അന്നത്തെ നൈറ്റ് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നൈറ്റ് നമുക്ക് സിറ്റുവേഷൻ എടുക്കാം. ഓക്കെ ഓക്കെ ബ്രോ. ഓക്കെ ബ്രോ. അത് തന്നെ അത് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളാം ടോക്സിസിറ്റി അത് ഞാൻ പറഞ്ഞോളാം ബ്രോ. പക്ഷെ നിങ്ങളടുത്ത് അത് തന്നെയാണ് പറയുള്ളത് ബ്രോ. നിങ്ങളെ ടോക്സിസിറ്റിയുടെ അല്ല പറഞ്ഞത്. പക്ഷെ സിറ്റുവേഷൻ എടുക്കുമ്പോൾ ഒന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിറ്റുവേഷൻ എടുക്കാൻ ബ്രോ. ഉച്ചയ്ക്ക് നമ്മൾ ആരും ഇല്ലാത്തപ്പോഴൊക്കെ
நான் சொல்லிடுறேன், நான் உங்கள்ட்ட சொல்லி நான் இது பண்ணிடுறேன். ஓகேவா? ഓക്കെ 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 வெளில கிளியர் ஆனோடனே நம்ம எடுத்துக்கலாம் ப்ரோ. ஓகேவா? ഓക്കെ 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 ശരി ബ്രോ. ഓക്കെ സെറ്റ്. അപ്പം ഓക്കെ നിങ്ങൾ ഇത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് എപ്പോഴാന്ന് വെച്ചാൽ உங்க நம்பர் எனக்கு தெரியுங்களா? ആ നമ്പർ തരാം നമ്പർ വെയിറ്റ് ഞാൻ നമ്പർ കൊടുക്കാം. எங்கே இருக்கடா ലീഡറെ റെസ്പെക്ട് ഉണ്ടേ ഡേ കള്ള. സോറി വെയിറ്റ്. இந்த கொடுத்துட்டேன் ப்ரோ. കിട്ടിയാ நான் ஃபோன் பண்ணி நான் சொல்றேன் ப்ரோ உங்களுக்கு. ഓക്കെ ഓക്കെ ബ്രോ. ശരി 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 ஓகே ப்ரோ, நீங்க பாருங்க ப்ரோ. ബ്രോ പിന്നെ എനിക്ക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇവിടെ ചൊറിയുള്ള കുറച്ച് ഗ്യാങ്ങുകളുണ്ട് മനസ്സിലായില്ലേ. അപ്പൊ നമ്മളടുത്ത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പലതും പറയും മനസ്സിലായില്ലേ നമ്മളെ പറ്റി. അങ്ങനത്തെ പല ഗ്യാങ്ങുകളും ഇവിടെ ഉണ്ട് മനസ്സിലായില്ലേ. നമുക്ക് അങ്ങനെ സീനും ഇല്ല ബ്രോ. നമുക്ക് സിറ്റുവേഷൻ എടുത്താൽ ഞങ്ങള് സിറ്റുവേഷനെ അടിക്കാനാണെങ്കിൽ അടിക്കാൻ റെഡിയാണ് മനസ്സിലായി. ജയിക്കുന്ന തോക്കുന്ന സെക്കൻഡ് തിങ് ആണ്. നമ്മള് വരും മനസ്സിലായില്ലേ. സെക്കൻഡ് അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ മറ്റേ കണ്ട പട്ടിത്തീട്ട ഗ്യാങ്ങുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ബ്രോ. അത്രേ ഉള്ളൂ ബ്രോ. ശരി பாருங்க ப்ரோ. தேங்க்ஸ். பை. ഓക്കെ ബ്രോ. ബൈ നടക്കട്ടെ. എടാ പോയിട്ടോടാ ബൈ. ബ്രോ. അതാ ഓക്കെടാ. അത്രേ ഉള്ളൂ. ബൈ. കണ്ടാണോ പറഞ്ഞ മനസ്സിലാവും. അല്ല അത്രേ ഉള്ളൂ. അല്ല അതെ അത് രാഷ്ട്രത്തെ കാര്യം കൂടി അങ്ങ് പറയണം മനസ്സിലായില്ലേ. അല്ലെങ്കിലേ വലിയ പറഞ്ഞിട്ട് പോണവന്മാരല്ലേ മിടുക്കന്മാരായി ഇപ്പൊ മനസ്സിലായില്ലേ. നീ നിന്റെ വണ്ടിയല്ലേ? ആ ഇട്. വാ ഇവന്മാർ പട്ടിക്കുണ്ണകളാണെന്ന്. എടാ ഇവന്മാർ എന്ത് കുണ്ണകളെന്ന് പറഞ്ഞാലും അവന്മാർ സംസാരിക്കാൻ വരുമ്പോൾ മര്യാദ സംസാരിക്കുന്നില്ലേ. അതിലാണ് കാര്യം മനസ്സിലായില്ലേ. നമ്മളടുത്ത് സംസാരിക്കാന്നോ മര്യാദ തന്നെ സംസാരിച്ചാ അവന്മാർക്ക് ഇപ്പൊ വന്നിട്ട് കൊണ അടിക്കാനുള്ള ഇതുണ്ട് മനസ്സിലായില്ലേ. നമ്മൾ സിറ്റുവേഷൻ എടുത്തിട്ട് നമ്മൾ പോകാതിരുന്നതിന്റെ റീസൺ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവന്മാര് കേൾക്കാനുള്ള മര്യാദ അവന്മാര് കാണിച്ചു. അതാണ് അവന്മാരുടെ സൈഡിലുള്ള ന്യായം മനസ്സിലായില്ലേ. അവന്മാര് ബാക്കി എന്തൊരു ആയിക്കോട്ടെ അവന്മാര് സിറ്റുവേഷൻ എടുത്ത് അവന്മാർക്ക് ഓൾറെഡി പറയാനുള്ള കാര്യം പറഞ്ഞ അവന്മാര് സിറ്റുവേഷൻ എടുത്ത് ഉച്ചയ്ക്ക് ആളിലത്തെ വന്ന് സിറ്റുവേഷൻ എടുത്ത് ഷോ ആണെന്ന് പറഞ്ഞ അവന്മാർക്ക് അവന്റെ ലീഡർ പറഞ്ഞു. നമ്മളടുത്ത് അറ്റ്ലീസ്റ്റ് നമ്മളടുത്ത് നേരിട്ട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞല്ലോ അവ ഇല്ലാത്തപ്പോ വന്ന് എടുത്തേണെന്ന് അവൻ പറഞ്ഞല്ലോ. ആ മര്യാദ കാണിച്ചില്ലേ. അത് മതി മനസ്സിലല്ലേ. അതാണ് വേണ്ടത്. അല്ലാതെ മറ്റേ ഒളിച്ചും പാത്തും പോയിരുന്നു മറ്റേ നമ്മളെ പറ്റി കുണ്ണത്തരം പറയുന്നത് അത്ര മോശം എന്തായാലും അല്ല. അങ്ങനത്തെ ഗ്യാങ് അല്ലല്ലോ. അവന്മാര് ടാർഗറ്റ് ചെയ്തോട്ടെ. നമുക്ക് സിറ്റുവേഷൻ അടിക്കാം. ഈ സിറ്റിയിൽ എന്താണ് ഇപ്പൊ എല്ലാ ഗ്യാങ്ങുകളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ സിറ്റുവേഷൻ എടുക്കാനും വരും. അങ്ങനെ കണ്ടാ മതി. ഒരു സീനും ഇല്ല. അത് ആ രീതി കണ്ടാ മതി. അവന്മാര് വന്ന് നമ്മുടെ അടുത്ത് കൊണ്ടടിച്ചു അവന്മാര് സിറ്റുവേഷൻ എടുക്കാൻ വരാനാണ് ഇരിക്കുന്നത്. വരോട്ടെ. അത് അവരങ്ങനെ നമ്മളിപ്പോ സിറ്റുവേഷൻ എടുക്കാറില്ലേ. നമുക്ക് ചില ഗ്യാങ്ങുകളുടെ സീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ അവന്മാർക്കാണ്. അവരെടുക്കാൻ വരട്ടെ. ജയിക്കുന്നതും തൊക്കെ സെക്കൻഡറി തിങ് ആണ്. അത്രേ ഉള്ളൂ. നമ്മളടിക്കുന്നു അത്രേ ഉള്ളൂ. ഇപ്പൊ എന്നാണോ ഇതിന്റെ കാര്യം ഇത് മറ്റേ FRPയുടെ കേസ് ക്ലിയർ ആവുന്ന എപ്പോഴാണോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവരായിട്ട് സിറ്റുവേഷൻ എടുക്കുന്നു. അത്രേ ഉള്ളൂ. സിംപ്ലി കാര്യം തീർന്നു.